മഞ്ഞു വീഴുന്ന പ്രഭാതത്തിൽ മലരണിക്കാടിൻ്റെ വല്യൂരിൻ്റെ മടിത്തട്ടിലൂടെ ഇങ്ങനെ നമ്മൾ നടന്നു നീങ്ങുന്നത് ചീര പറിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ വാഴത്തോട്ടത്തിൽ വീണ്ടും പൊടിപ്പും തൊങ്ങലുമായിട്ട് ചീര ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ കടയിലേക്ക് വേണ്ടിയിട്ടുള്ള ചീരയും അതുപോലെ തന്നെ വീട്ടിൽ ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ചീരയും ഒക്കെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ആ മടിത്തട്ടിലേക്ക് നമ്മളങ്ങനെ നടന്ന് നീങ്ങുകയാണ് സുഹൃത്തുക്കളെ, നടന്ന് നീങ്ങുകയാണ്. ഇതാണ് വാഴ നനയുമ്പോൾ ചീര നനയെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. വളമില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മളെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഴയ്ക്കിടുന്ന ജൈവവളങ്ങളുണ്ടല്ലോ, ആട്ടുംകാഷ്ടം, ചാണകപ്പൊടി, അതൊക്കെ ഇടുമ്പോൾ അത് ചീരയ്ക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് കണ്ട ചീരയുടെ വിത്ത്. ഇത് വലുതായി കഴിയുമ്പോൾ കണ്ട ഇങ്ങനെ വിത്താവും, കതിര് വന്നിട്ട് കണ്ട. ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് ചീരയുടെ കുഞ്ഞു കുഞ്ഞു മണി വിത്തുകളാണ്. ഇത് കാറ്റത്തൊക്കെ പറന്ന് ചുറ്റിലും വീഴും. അല്ലെങ്കിൽ ഇതിങ്ങനെ കണ്ട ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴല്ല, ഒന്നും കൂടെ മൂക്കണം. അപ്പോൾ പിന്നെ അത് ചുറ്റിലും വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നന കിട്ടുമ്പോൾ ധാരാളം ഇങ്ങനെ മുളയ്ക്കും. ചീരയ്ക്ക് മറവിൽ ഒളിഞ്ഞിരിക്കുന്ന ശ്രീ. ഇതാണ് ഇതിന്റെ വിത്ത്. ഇങ്ങനെ വിത്താവാൻ നിർത്താറില്ല കേട്ടോ. ഇത് നമ്മുടെ വീടിന്റെ ഉള്ളിൽ നിന്ന് താഴത്തേക്ക് വന്ന കാരണം ഞാൻ ആക്ച്വലി ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടല്ല, എന്റെ മുഖം മറക്കാൻ ഒരു ചീരല്ല മതി ഗൈസ്. കണ്ടോ അത്രയും വലുപ്പമുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് വലുപ്പം ഫീൽ ചെയ്തില്ലെങ്കിൽ ചീരയിലൊന്നൊരുക്കി വച്ചില്ലേ. മുറിച്ച് നമുക്ക് പാറപ്പുറത്ത് വെക്കാം. ഇവിടെ ചെറിയ ചെറിയ പാറകളുണ്ട് നമ്മുടെ പറമ്പിൽ. അപ്പം നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ മഞ്ഞുവെള്ളമൊക്കെ ആയിട്ട് ഇതുമ്പോൾ ചീരനെ നിറച്ച് മണ്ണാവും. മഞ്ഞുവെള്ളത്തിൽ കുളിച്ച് നിൽക്കുകയാണ് ചീര. മഞ്ഞിൽ കുളിച്ചു. അപ്പം ഈ പാറയുടെ മുകളിൽ വെക്കാം. അപ്പോൾ ഫ്രഷ് ആയിട്ട് കിട്ടുള്ളൂ. ഞാനാണ് ഗ്രോ ബാഗിൽ ചീര കൃഷി കൃഷി വമ്പം പരാജയമായിരുന്നു കേസ്. ഇവിടെ നമ്മുടെ മണ്ണിൽ ശരിക്കും വിത്ത് വെതറിയാൽ മതി, ആവശ്യം പോലെ ഉണ്ടാവും. ചീര അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ നമ്മളൊരു പരിചരണം കൊടുക്കണ്ട, ധാരാളം ഉണ്ടാവും. ആള് ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ച് ചാണപ്പൊടി മിക്സ് ചെയ്തൊക്കെ നട്ടു, പക്ഷെ ഒന്നും ഉണ്ടായില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്കേ ഈ വാഴയിലേക്ക് വളം മേടിക്കാനുള്ള പൈസയൊക്കെ ഈ ചീര കൊടുത്താൽ തന്നെ കിട്ടും. ഈ നനഞ്ഞുണ്ടാവുന്ന ചീര നമ്മളത് ഉപയോഗിച്ചാൽ മതി. കുറേയൊക്കെ ഇവിടെ നിന്ന് നശിച്ചു പോകാറ് പതിവ്. പക്ഷെ അത് കറക്റ്റായിട്ട് നമ്മൾ അരിഞ്ഞു കൊണ്ടുപോയി കടയിൽ വിറ്റ് കഴിഞ്ഞാൽ ഈ വാഴയ്ക്ക് വളം മേടിക്കാനുള്ള പൈസക്ക് ഓരോ സീസണിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മുടെ വീടിൻ്റെ ബാക്കിലാണ് കേട്ടോ നമ്മുടെ വാഴത്തോട്ടമുള്ളത്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യമല്ല 3-4 കൊല്ലം, 3-4 അതിനേക്കാളും മുന്നേ നമ്മൾ നട്ടിട്ടുള്ള ഈ ചീരയുടെ വിത്തുകൾ ഇങ്ങനെ കാറ്റത്ത് പറന്നു പോയിട്ടാണ് നമുക്കിതുപോലെ ഇങ്ങനെ ചീര ഉണ്ടാവുന്നത് കേട്ടോ. ഓരോ ചീരയൊക്കെ ഇങ്ങനെ മരം പോലെ നിൽക്കുന്നുണ്ടാവും, ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കൊമ്പും ചില്ലകളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഭാഗ്യം ചെയ്ത് നമ്മുടെ ചീരയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ കയമ്പിയിൽ കാലത്ത് അതിരാവിലെ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചീര കിട്ടും കേട്ടോ. അപ്പോൾ ചീര മാത്രമല്ല നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഒരുവിധം പച്ചക്കറികൾ നമ്മുടെ വീടിൻ്റെ ആവശ്യത്തിനും ചുറ്റുപാടുള്ള ആവശ്യങ്ങൾക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കടയിൽ കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുക. ഒന്നില്ലെങ്കിൽ ഒളരിക്കറിയുള്ള കടയിൽ ഉല്ലുക്കറിയുള്ള കടയിൽ കൊണ്ടു കൊടുക്കും, അല്ലെങ്കിൽ കാലത്ത് തന്നെ നമ്മുടെ കയമ്പിയിൽ കൊണ്ടു കൊടുക്കും കേട്ടോ. ഇത് ഇനി കിട്ടണമെങ്കിൽ നമ്മുടെ KMB വരണം. തലൂർ KMB വെജിറ്റബിൾസിൽ വന്നാൽ ഇത് കിട്ടും. ഇത് ചെല്ലുമ്പോഴേക്കും പെട്ടെന്ന് ചിലവാകട്ടാ. നിങ്ങൾ ചിലപ്പോൾ ഇത് കണ്ടു വരുമ്പോഴേക്കും ചിലപ്പോൾ തീർന്നു പോയിട്ടുണ്ടാവും. എന്നാലും ഇനി കുറച്ച് ദിവസത്തേക്ക് അടുപ്പിച്ച് നമ്മൾ രാവിലെ തന്നെ കൊണ്ടുപോയി. ഇനി നമുക്ക് പതുക്കെ കുളിച്ച് അമ്പലത്തിലേക്ക് പോവാം. നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിൽ എന്നും പൂജ ഉണ്ടാവില്ല കേട്ടോ. ആഴ്ചയിൽ 2 ഞായറാഴ്ചകളിലും പിന്നെ സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങളിലാണ് പൂജ ഉണ്ടാവുക. അപ്പോൾ ഇന്ന് ഇത്തിരി സ്പെഷ്യൽ ദിവസമാണ്. അപ്പോൾ ആ ദിവസം കുളിച്ച് ഇതുപോലെയുള്ള നമ്മുടെ സെൽഫ് കെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ ചെയ്തിട്ടാണ് പോണത് കേട്ടോ. ഇത് നമ്മുടെ രക്തചന്ദനത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞളും ഉണ്ടല്ലോ, ഈ ഒരു കപ്പ് കലക്കൂടാ. എന്നിട്ട് ഞാൻ നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കും. ബോഡി മൊത്തം മസാജ് ചെയ്യും. എൻ്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ട്, ഞാൻ കാണിച്ചു തരട്ടെ. എൻ്റെ ഹെയർ ബാൻഡൊക്കെ തലയിൽ വെച്ചിട്ടാണ് കേട്ടോ പുള്ളിക്കാരൻ്റെ മുഖത്ത് ഈ വക അക്രമങ്ങളൊക്കെ ചെയ്ത് നിൽക്കുന്നത്. നിങ്ങൾ വിചാരിക്കണ്ടാവും ചക്കിക്കൊത്ത ചങ്കരന്ന് അല്ലേ. ഞാൻ മാത്രം സുന്ദരിയായ പോരല്ലോ, സുന്ദരികളും സുന്ദരന്മാരും നമ്മളെല്ലാവരും ആവണം. നമ്മളെല്ലാവരും ആണ്. പക്ഷേ നമ്മുടെ മുഖമൊക്കെ ഈ ഒരു പ്രായം കഴിയുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടേ നമ്മുടെ വിശ്വാസമാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സൗന്ദര്യം വർദ്ധിക്കും എന്നുള്ളത്. വിശ്വാസം തകർക്കണ്ട, നമുക്കാവാലോ. പോണേ അമ്പലം അല്ല 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 വീട്ടിക്ക്
എന്നെക്കാളും കൂടുതൽ കുറച്ച് ഭക്തിയോടെ ജീവിക്കുന്ന ആള് ഭഗിനാണ് കേട്ടോ. അത് കാരണം കൊണ്ട് ആള് അവിടെ എത്തിയിട്ടുണ്ട് ആദ്യം തന്നെ. പിന്നെ ആളെപ്പോഴും അമ്മേ അമ്മേന്ന് വിളിച്ച് വളർന്നിട്ടുള്ളത് സ്വന്തം അമ്മേനേക്കാൾ കൂടുതൽ ചെമ്പലങ്ങാട് ഭഗവതിനെയാന്ന് എപ്പോഴും പറയാറുണ്ട്. അമ്പലത്തിൽ പോയിട്ട് കുറേ നാളായി. ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് അമ്പലത്തിൽ പോവാന്ന്. നമ്മുടെ പുതിയ വഴി പണി കഴിഞ്ഞതാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ച് നടക്കാനുള്ളൂ നമ്മുടെ അമ്പലത്തിലേക്ക്. ആ കാണുന്നതാണ് നമ്മുടെ ഇളയമ്മയുടെ വീട്. അവിടെ കാണുന്നതാണ് നമ്മുടെ വീട്. നമ്മുടെ നാട്ടിൽ ഉള്ള അമ്പലമാണ് കേട്ടോ അത്. ഇതാ പോണത് നമ്മുടെ സുനിലേട്ടൻ നിറച്ച് പായസമൊക്കെ ആയിട്ട് പോവാണ്. നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഭാഗ്യം പറയാറുള്ള പായസമാണ് കേട്ടോ ഈ ഒരു പായസം. നമ്മുടെ പാൽപ്പായസം അതുപോലെ തന്നെ കടും പായസവും എപ്പോഴും പറയാറില്ലേ, ഏറ്റവും അധികം ചെറുപ്പത്തിൽ വിശപ്പ് അടക്കിയിട്ടുള്ളത് ഈ ഒരു പായസം കൊണ്ടാണെന്ന്. ഇതാണ് ശ്രീകുട്ടൻ്റെ ലീലമ്മാമ. അങ്ങനെ നമുക്ക് അവിടെ നിന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വീട്ടിൽ ചെന്നിട്ട് വെറുതെ ചോറ് വെച്ചാൽ മതിയല്ലോ ഉച്ചയ്ക്ക്. നമുക്ക് പഴവും കട്ടൻ ചായയും അതുപോലെ തന്നെ ഉപ്പുമാവും ആയിരുന്നു. ഇവിടെ നിന്ന് ഞാൻ നേരെ വിട്ടതേ ഡാൻസ് ക്ലാസ്സിലേക്കാ. പിന്നെ വന്നപ്പോഴേക്കും സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓട്ടപ്പാച്ചിലിന്റെ ഇടയിൽ നമ്മൾക്ക് ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആയപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന വി ഗാർഡിന്റെ ഒരു ഇലക്ട്രിക് റൈസ് കുക്കറാണ്. അപ്പോൾ ശ്രീകുട്ടനെ തുറക്കണം എന്നുള്ള വാശിയോട് കൂടെ ആൾ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ നമ്മുടെ വി ഗാർഡിന്റെ 1.8 ലിറ്റർ ആയിട്ടുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അൺബോക്സിങ് ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ് കഴിയുക, യാത്രകൾ പോകുമ്പോൾ നമുക്ക് ഹോട്ടലിനെ നമ്പാതെ നമ്മളുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുക എന്നുള്ളതൊക്കെ ചിലർക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യമായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ചില സമയങ്ങളിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആയിരിക്കാം. അപ്പോഴാണ് നമ്മൾ ഇലക്ട്രിക് കുക്കറിനെ അഭയം പ്രാപിക്കാറുള്ളത്. അതിനുവേണ്ടി മേടിച്ചത് തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ ഇട ഒരു യാത്ര പോകുന്ന കാരണം കൊണ്ട് ഞാൻ ഒരെണ്ണം മേടിച്ചതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന്. പോർട്ടബിൾ ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള നമ്മുടെ സ്മോൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രൊഡക്റ്റ്. ഇത് 1.8 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു റൈസ് കുക്കറാണ് കേട്ടോ. ഇതൊരു 3-4 പേർക്കുള്ള ഫാമിലിക്ക് ഐഡിയൽ ആണ്. ഇവിടെ കാണുന്ന ഈ സ്വിച്ച് ഉണ്ടല്ലോ, ഇതാണ് ഇതിന്റെ മോഡ് കേട്ടോ. വാം മോഡും ഉണ്ട്, ഇതിന് ഇതുപോലെ തന്നെ ഒരു കുക്ക് മോഡും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒരൊറ്റ ലിവർ ഉപയോഗിച്ച് കണ്ടോ ഇങ്ങനെ നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യുകയും ചെയ്യാം. സിമ്പിൾ ആണ് കേട്ടോ. ഇതിന് നമുക്ക് 2 ഇൻഡിക്കേറ്റർ ലൈറ്റ്സ് ആണ് ഉള്ളത്. ഒരെണ്ണം ഒരു റെഡും പിന്നെ ഒരു ഗ്രീനും കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കാണോ അതോ വാമാണോ എന്നനുസരിച്ച് ഇതിന് നമുക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് മാനുവൽ തന്നിട്ടുണ്ട്. മാത്രമല്ല ഇതുപോലെ 2 വലിയ ഒരു ബൗൾസ് തന്നിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ടും വ്യക്തമായിട്ടും എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ അവർ വിശദീകരിച്ചിട്ടുണ്ട്. ലിഡ് ഉണ്ട്, കുക്കിംഗ് പാനിൽ, ഹാൻഡിൽ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഒക്കെ തന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ കുക്കിംഗ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇത് അതിൽ വെച്ചിട്ട് വേണം നമ്മൾ അരി കഴുകി വെക്കാൻ വേണ്ടിയിട്ട്. ഒരു അരമണിക്കൂർ മുന്നേ ഒക്കെ അല്ലെങ്കിൽ ഒരു 10-20 മിനിറ്റ് മുന്നേ ഒക്കെ നമുക്ക് അരി ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉതിർന്ന് കിട്ടും എന്നൊക്കെ പറയില്ലേ അരി, അങ്ങനെ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടും കേട്ടോ. ഡാമേജ് ഒക്കെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ കൈയൊക്കെ പൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും ഒരു ഡബിൾ ലെയറിലാണ് ഇത് വരുന്നത്. അതായത് ഡ്യൂറബിൾ ഡബിൾ ലെയർ ബോഡിയാണ് ഇതിൻ്റെ കേട്ടോ. ഇതിന്റെ ലിഡ് എന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് കേട്ടോ. അത് സ്റ്റീം വെന്റ് ഉള്ളതാണ്. അത് കാരണം കൊണ്ട് നമുക്കൊരു ഔട്ടർ ഫ്ലോ നമുക്കൊരു മെസ്സി ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല. മാത്രമല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ റൈസ് കുക്ക് ചെയ്ത് കിട്ടുകയും ചെയ്യും എല്ലായ്പ്പോഴും. ഇത് ഉപയോഗിക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പമാണ് കേട്ടോ. ഈസി ടു യൂസ് ആൻഡ് മെയിൻറ്റെയിൻ എന്നാണ് പറയണത് അവർ. അതായത് 1 ലിവർ ഓപ്പറേഷൻ അല്ലേ, അത് കാരണം കൊണ്ട് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കാനും ഒക്കെ അടിപൊളിയാണ്. ഒരു കിച്ചണിലേക്ക് അത്യാവശ്യം നമുക്ക് ഗ്യാസൊക്കെ കഴിയുന്ന സമയത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആയിട്ടാണ്. പിന്നെ പോർട്ടബിൾ ആണല്ലോ, നമുക്കിങ്ങനെ യാത്രകളൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാം. ഇതിന് 2 ഇയർ പ്രൊഡക്റ്റ് വാറണ്ടി ഉണ്ട്, 5 ഇയേഴ്സ് വാറണ്ടി ഫോർ ദി ഹീറ്റിംഗ് പ്ലേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്കിത് അടിച്ച് പൊളിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം. വേഴ്സറ്റൈൽ യൂസേജ് ആണ് കേട്ടോ. നമുക്കിത് റൈസ് ഉണ്ടാക്കാൻ മാത്രമല്ലടോ, ഇടയ്ക്കിടയ്ക്ക് സൂപ്പ് ഉണ്ടാക്കാനും നമ്മുടെ വെജീസൊക്കെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കാനും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കാമെന്ന് ജസ്റ്റ് ഞാൻ മാനുവലിലൊക്കെ നോക്കി ഒന്ന് കണ്ടുപിടിച്ചു. ഇതാണ് ഇതിൻ്റെ ഹാൻഡിലും കാര്യങ്ങളും വരുന്നത്. പിന്നെ പ്ലഗ് ചെയ്യാനുള്ള ഒരു പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പറഞ്ഞില്ലേ ഒരു ഡബിൾ ലെയർ ഒക്കെ വരുന്നുണ്ടെന്ന്. അത് കാരണം കൊണ്ട് നമുക്കിത് വേണ്ടത്ര രീതിയിൽ അടിച്ച് പൊളിച്ച് ഉപയോഗിക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു അരി ഒരു 20 മിനിറ്റ് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മളിതിനെ തിളപ്പിച്ചെടുക്കുന്നത് കേട്ടോ. പിന്നെ എങ്ങനെയാണ് നമുക്ക് അരി വെക്കുക അല്ലെങ്കിൽ അരി തിളപ്പിച്ചെടുക്കുക എന്ന് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ഒരു പോട്ട് 2 പോട്ട് നമുക്ക് കിട്ടുന്നുണ്ടായാലും ഒരു പോട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ പ്ലേറ്റ് അതിൽ വെച്ചിട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി അതിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിന്ന് വെജ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ അളവെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലുള്ള ലിഡ് കൊണ്ട് അടച്ചു വെക്കണം. വെള്ളവും കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് ആഡ് ചെയ്യണം.
പ്ലഗ് ചെയ്തൊരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള നല്ല ഒന്ന് തൊടാത്ത രീതിയിലുള്ള അരി തയ്യാറാക്കിയെടുക്കാം, അല്ല ചോറ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വാംലേറ്റ് നിങ്ങൾക്ക് ലൈറ്റ് കത്തുന്നതുകൊണ്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചലൈറ്റ് കത്തും. അതല്ല നമുക്ക് കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലിവർ ഉപയോഗിച്ചിട്ട് നമുക്കതേ കണ്ടാവും ഈ കാണുന്ന രീതിയിൽ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുക്കിൻ്റെ അവിടെ വരുമ്പോൾ ചോപ്പ് ഇൻഡിക്കേറ്ററാണ് കത്തുക കേട്ടോ. ഞാനൊന്ന് തിളപ്പിച്ചിട്ട് കുറച്ച് നേരം സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. അപ്പോൾ ദാ ഈ കാണുന്ന രീതിയിലുള്ള നല്ല അടിപൊളി റൈസ് നമുക്ക് ബിരിയാണി ഉണ്ടാക്കി, ഗീ റൈസ് ഉണ്ടാക്കി, വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കി. ഇപ്പോൾ ശ്രീകുട്ടനെ സ്കൂളിൽ പോകുന്ന കാരണം കൊണ്ടും നമ്മൾ കുറച്ച് നാളായിട്ട് വെജിലേക്ക് കൺവേർട്ട് ചെയ്ത കാരണം കൊണ്ടും എനിക്ക് ഈ അരി ഒരുപാട് റെസിപ്പികൾ ഉണ്ടാക്കാൻ യൂസ് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ഈ ഒരു റൈസ് കുക്കർ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാനും എളുപ്പമാണ്. നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ, യാത്രയൊക്കെ പോകുമ്പോൾ ഈ ഹോട്ടൽ ഫുഡ് പറ്റില്ല എന്നുള്ളവർക്ക് ഉപയോഗിക്കാനും എളുപ്പമാണ്. ഇതുപോലെ ഒരു എന്താ പറയുക, ഒരു കുഞ്ഞേ ഒരു നമ്മുടെ കാറിൻ്റെ ഡിക്കിയിലെ മൂലയ്ക്ക് അത് അങ്ങോട്ട് ഇരുന്നോളും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ച് നല്ലൊരു വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോണതേ നമ്മുടെ ക്യാപ്സിക്കും ക്യാരറ്റും ഒരുപാട് വെജീസൊക്കെ ഇട്ടിട്ടുള്ള സംഭവമാണ്. അത് കാരണം കൊണ്ട് കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ നമുക്ക് ഇതൊക്കെ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ സവോള നമ്മുടെ ചോപ്പറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ അത് ഒന്ന് സോട്ട് ചെയ്തിട്ടാണ് നമ്മുടെ റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. ശ്രീകുട്ടൻ്റെ സ്കൂളിലേക്ക് നോൺ വെജ് ഐറ്റംസ് എന്ന് പറ്റില്ല എന്ന് പറഞ്ഞു അന്ന് തൊട്ട് പരീക്ഷണം തുടങ്ങിയതാണ് ഈ വെജ് ഐറ്റത്തുമ്മ, അതായത് ചോറ് ഐറ്റത്തുമ്മ നമ്മൾ ശ്രീകുട്ടന് കൊടുത്തു വിടുക. ഉച്ചയ്ക്ക് കൊടുത്തു വിടുക കാലത്തുണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ അത് ഒഴിവാക്കിയിട്ട് ചോറിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. വലിയ കുട്ടിയാകുമ്പോഴും ഈ അടയും ദോശയൊക്കെ കൊടുത്തു വിടല്ലേ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ 5ാം ക്ലാസ്സൊക്കെ എത്തിയപ്പോൾ ഇതുപോലെ തന്നെ ഓരോ പരീക്ഷണങ്ങൾ നടത്തും. അപ്പോൾ നമ്മൾ ജീരകം ഇട്ട് പൊട്ടിച്ചിട്ടേ നമ്മൾ ചോപ്പർ കൂട്ടനിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ സവോളയും അതോടൊപ്പം തന്നെ ഒരു മാഗി ക്യൂബും പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അതൊക്കെ ആകുമ്പോൾ പിള്ളേർക്ക് ഇതിൽ ഇഷ്ടപ്പെടുമല്ലോ. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാപ്സിക്കും കാബേജും അതുപോലെ തന്നെ ചോളം ഉണ്ടല്ലോ, അത് ഞാനിങ്ങനെ മേടിച്ച് വെക്കും. ഇതിങ്ങനെ പിസയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ച് വെക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് നല്ല സ്വീറ്റ് കോൺ അതും കൂടി ഇട്ട് കൊടുത്ത്, പിന്നെ നമ്മൾ ക്യാരറ്റ് നന്നായിട്ടൊന്ന് ചോപ്പർ കൂട്ടനിൽ നന്നായിട്ട് ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് ആ ഒരു പച്ചക്കറി വേവാൻ വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതാ നമ്മുടെ അടിപൊളി അരി, അതായത് വി ഗാർഡൻ്റെ ഈ റൈസ് കുക്കറിൽ തയ്യാറാക്കിയിട്ടുള്ള അരി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടേ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇട്ടിട്ട് പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ടുണ്ടെങ്കിൽ അടിപൊളിയായി. ഇനിയിപ്പോൾ ഇത് നോൺ വെജ് വേണമെന്നുള്ളവർക്ക് ഇതിൽ ചിക്കനോ അല്ലെങ്കിൽ മുട്ടയോ പൊരിച്ചിട്ടാൽ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫ്രൈഡ് റൈസ് പോലത്തെ ഒരു സംഭവം കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ മല്ലിയില നമ്മുടെ ഓപ്ഷണലാണ്, ഇവിടെ എല്ലാവർക്കും മല്ലിയില ഭയങ്കര ഇഷ്ടമാണ്. വെജ് റൈസ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റി എടുത്താൽ നല്ല ഫ്ലേവറോട് കൂടിയിട്ട് വരും കേട്ടോ, ഫ്ലേവറോട് കൂടി വരും. ഈ യോഗട്ട് ഹെൽത്തിന് നല്ലതാണോ എന്നൊന്ന് പറഞ്ഞോളൂ കേട്ടോ. ഏതെങ്കിലും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ചേച്ചിമാരോ അല്ലെങ്കിൽ ചേട്ടന്മാരോ അനിയന്മാരോ അനിയത്തിമാരോ ഉണ്ടെങ്കിൽ എനിക്ക് ഫ്ലേവേർഡ് യോഗട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഷുഗർ അങ്ങനെ ദിവസത്തിൽ ഞാൻ ഒരു കാപ്പിയൊക്കെയായി മാറി, ഒരു കാപ്പിയൊക്കെ കുടിക്കുള്ളൂ. അതും വളരെ ലൈറ്റായിട്ട്. ഇതിൻ്റെയൊക്കെ ഇത്ര പോകുന്നൊരു പഞ്ചസാര ഇട്ടിട്ട് തീരെ ഒഴിവാക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് നമുക്ക് വിഡ്രോവൽ സിൻഡ്രോം വരുമല്ലോ. അതായത് നമ്മൾ പെട്ടെന്ന് ഒരു സാധനത്തിൽ നിന്നിപ്പോൾ ആൽക്കഹോളും സ്മോക്കിങ്ങും ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഊഹിക്കാൻ പറ്റും. നമ്മൾ പെട്ടെന്ന് ഒരു വിഡ്രോവൽ വരുന്ന സമയത്ത് നമുക്ക് മാനസികമായ പ്രഷറും ഒരു വിഡ്രോവൽ സിൻഡ്രോം വിറയലും ഒക്കെ വരും. അതുപോലെ തന്നെയാണ് കാപ്പിയും ചായയും കുടിക്കുന്നവർക്ക്. പെട്ടെന്ന് അതിൽ നിന്ന് അത് നമ്മുടെ മനസ്സിന് കോൺഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യാണ്, അയ്യോ നമ്മളത് കുടിക്കുന്നില്ലല്ലോ എന്ന്. അപ്പോൾ നമുക്ക് തോന്നും നമ്മൾ ടോട്ടലി ഒരു വിഡ്രോവലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. മാനസികമായിട്ടാണ് 90%. പക്ഷേ പിന്നെ നമ്മുടെ ഈ പറഞ്ഞ അഡ്രിനാലിൻ, അട്രോപ്പിൻ, ഡോപ്പമൈൻ്റെ ഒക്കെ ഒരു പ്രവർത്തനം, ഇതൊക്കെ ഹോർമോണാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ പ്രവർത്തനം മൂലം നമുക്ക് വരുന്നൊക്കെ അറിയാം. ഇപ്പം നമ്മൾ പണ്ടത്തെ പോലെ ഒന്നല്ല, യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയ നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്താറുണ്ട്. നമുക്ക് ഒരുപാട് അറിവുകളുണ്ട്, ഇതൊക്കെ പ്രവർത്തിക്കും, നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു വിഡ്രോവൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത്ര പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ഒരു കാപ്പി കുടിക്കുന്നത് കാലത്ത്. നെസ്കാഫെ ഒക്കെ ഇട്ടിട്ട്, നെസ്കാഫെ മാത്രം ഇട്ടിട്ട് ചായ കുടിക്കുന്നത് നല്ലതാന്നൊക്കെ പറയും. പിന്നെ ഇപ്പൊ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാള് ചായയും കാപ്പിയും പൊട്ടയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തൊരാൾ പറയും ചായയും കാപ്പിയും ഒക്കെ തിരിച്ചെങ്കിലും കുടിക്കണം എന്ന് പറയും. അപ്പൊ നമ്മളാകെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നത്. അപ്പൊ ഒന്നിനും വലിയ സ്ട്രെസ് കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് നല്ലതെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. അതായത് നമ്മള് സ്ട്രെസ് കൊടുത്തിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് റിസൾട്ട് ഉണ്ടാവില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അത് വർക്കൗട്ട് ആയാലും
നമ്മൾ കഴിക്കുന്ന ഡയറ്റ്, എടുക്കുന്ന ഡയറ്റ് ആയാലും ഒരുപാട് സ്ട്രെസ് ചെയ്തിട്ട് രാവിലെ ഇത് കഴിക്കണം, ഉച്ചയ്ക്ക് ഇത് കഴിക്കണം, 4 മണിയാകുമ്പോൾ ഇത് കഴിക്കണം, വൈകുന്നേരം ആകുമ്പോൾ ഇത് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെ പോലെ ഉള്ളവർക്കൊന്നും അത് പറ്റിയെന്ന് വരില്ല. ഞാനിപ്പോൾ ഇവിടുന്ന് ഡാൻസ് ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കാലത്ത് നമ്മളിപ്പോൾ എന്തെങ്കിലും നട്ട്സ് ഒക്കെ ഇട്ടിട്ടൊരു സ്മൂത്തി അടിച്ച് കുടിക്കും. ചിലപ്പോൾ അത് മാത്രം കഴിച്ചിട്ടായിരിക്കും ഡാൻസ് ക്ലാസ്സിലേക്ക് പോകണ്ടാവുക. അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ടാവുമല്ലോ നമുക്ക്. എല്ലാവർക്കും നമ്മളെ പോലെ റെസ്പോൺസിബിൾ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക്, ഞാൻ ഒരുപാട് റെസ്പോൺസിബിൾ ആണെന്നല്ല പറയുന്നത്, പക്ഷെ എനിക്ക് എൻ്റെതായ ഡ്യൂട്ടികളുണ്ട്. അതുപോലെ ഇപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും എൻ്റെ അനിയത്തിമാർക്കും അനിയന്മാർക്കും ഒക്കെ ഒരുപാട് റെസ്പോൺസിബിൾ ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. മക്കളുടെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലത്തെ കാര്യങ്ങൾ, അച്ഛൻ അമ്മ അമ്മയും അമ്മയച്ഛനുള്ളവരാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ, നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങൾ, വീട്ടിൽ ഉള്ളവർക്ക് ഫുഡാക്കി വെച്ച് പോകണം. ഇപ്പോൾ ചെടികളുണ്ട്, വീട്ടിൽ ആടുണ്ട്, കോഴിയുണ്ട്, അതുപോലെ കൃഷിയുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പണിക്കുള്ള ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഫുഡാക്കി വെച്ചിട്ടൊക്കെ പോകണം. അതൊക്കെ റെസ്പോൺസിബിലിറ്റീസ് അല്ലേ നമ്മുടെ. അപ്പൊ അവർക്ക് ഈ സ്ട്രെസ് ഒരുപാട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ നേരത്തിന് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഈ സ്ട്രെസ് എടുത്തുകൊണ്ട് ഫുഡ് കഴിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. അപ്പോഴൊക്കെ നമുക്ക് ഭയങ്കര നമ്മള് നല്ലതെന്ന് തന്നെ വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ സ്ട്രെസ്സിലേക്ക് നമ്മൾ എടുത്തിടുക. അപ്പൊ എനിക്ക് തോന്നി ഞാൻ എന്താ പറയാ, സ്ട്രെസ് എടുക്കാണ്ട് ഭയങ്കര പീസ്ഫുള്ളായിട്ട് കാമായിട്ട് കാര്യങ്ങൾ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കാലത്ത് എനിക്കൊരു റൊട്ടീൻ ഉണ്ട് ഓൾറെഡി. അത് പിന്നെ എന്നും നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കേണ്ട. ചിലപ്പോൾ എനിക്ക് എന്നും അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വരുന്ന അവസ്ഥയിലായിരിക്കില്ല ഞാൻ. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതിരിക്കുന്ന സാധനങ്ങളൊക്കെ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു ആപ്പിളോ അല്ലെങ്കിൽ നമുക്കിവിടെ റോബസ്റ്റിന്റെ തോട്ടമുണ്ട്, അതിൽ നിന്ന് ഒരു പഴം പറിച്ചുകൊണ്ട് വന്ന് അതിലിട്ട് അടിച്ച് കാലത്ത് തന്നെ കുടിക്കും. പിന്നെ എനിക്ക് ഉച്ച ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഹെൽത്തിയാണ്, ഞാൻ ഫിൽഡാണ്, അപ്പം ഞാൻ ഒന്നും കഴിക്കില്ല. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ചോറുണ്ണും. ഞാൻ ഇച്ചിരി ചോറ് എടുത്തിട്ട് നിറയെ കറികളുണ്ടാവും. അവിടെ ചേട്ടന്മാർ പണിക്കുള്ള ദിവസങ്ങളിൽ നമുക്ക് ഉപ്പേരി ഉണ്ടാവും, ചമ്മന്തി ഉണ്ടാവും, വറവുണ്ടാവും, നന്നായിട്ട് കറികളുണ്ടാവും. അത് മീൻകറി ആവും, ചിലപ്പോൾ ചിക്കൻ ആവും, പിന്നെ ഇതുപോലെ തന്നെ എന്തെങ്കിലും നമ്മുടെ പണമ്പേത് പൊട്ടിച്ചുകൊണ്ട് വരുന്ന സാധനങ്ങളുടെ കറികൾ ഉപ്പേരികളൊക്കെ. അപ്പം അതിങ്ങനെ നിറച്ചിട്ടിട്ട് അത് ഉച്ചയ്ക്ക് കഴിക്കും. 4 മണിയാകുമ്പോൾ ശ്രീകുട്ടൻ വരാൻ നേരത്തെ എന്തെങ്കിലും ഉണ്ടാക്കും. അപ്പം ചേട്ടന്മാർ പണിക്കുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഉണ്ടാവും. ചിലപ്പോൾ പഴംപൊരി ആയിരിക്കും. പഴംപൊരി ഒന്നും അത്ര ഹെൽത്തിയാന്നൊന്നും പറയില്ല. എന്നാൽ നമ്മുടെ പൂർവികരൊക്കെ അത് കഴിച്ചിട്ടല്ലേ വന്നിട്ടുള്ള എന്നൊക്കെ ആലോചിച്ച് മനസ്സമാധാനത്തോടെ ഞാൻ ചിലപ്പോൾ ഒരെണ്ണം അത് കഴിക്കും. ഒരെണ്ണേ കഴിക്കുള്ളൂ മാത്രം. ഒരെണ്ണമൊന്നും ഒരു അൺഹെൽത്തി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യണില്ല. നീ പറയും അൺഹെൽത്തി ആണ്, എണ്ണയിൽ വെച്ചതാണെന്നൊക്കെ, പക്ഷെ എനിക്ക് അത് കഴിക്കാണ്ടിരുന്ന നല്ല കൂടുതൽ സ്ട്രെസ് വരിക. അയ്യോ നല്ല പഴംപൊരി ഇത് ഞാൻ കഴിക്കാണ്ടിരിക്കേണ്ടതെന്ന് തോന്നുമ്പോൾ പിന്നെ അത് കഴിയുമ്പോൾ ഞാൻ കഴിച്ചില്ലല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ചുറ്റുള്ളവർ പറയുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാവൂലേ. ഞാൻ അതൊക്കെ ഒഴിവാക്കി ജീവിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഡാൻസ് ക്ലാസ്സിൽ പോകുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ ഡാൻസ് ക്ലാസ്സിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് ഇടയിൽ വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റിയെന്ന് വരില്ല. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും അങ്ങനെയല്ലേ. നമ്മൾ നമ്മുടെ ബോഡീനെ ആ ഒരു രീതിയിൽ ടോൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. ഈ 4 നേരം ഫുഡ് കഴിക്കണം ആരാണ് അവ കണ്ടുപിടിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യോഗട്ട് കഴിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഈ യോഗട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ 50% ഓഫറിലിരിക്കണം. എനിക്കാണെങ്കിൽ തൈര്, വെളിച്ചെണ്ണ, ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് വെളിച്ചെണ്ണയും അതിൽ നമ്മുടെ നാളികേരത്തിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വെളിച്ചെണ്ണ വെറുതെ കുടിക്കാൻ പോലും ഇഷ്ടമാണ്. പിന്നെ ഹെൽത്തി അല്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ മാറ്റി വയ്ക്കണമെന്നുള്ളൂ. നമ്മുടെ വെളിച്ചെണ്ണ ആട്ടിക്കൊണ്ടുവന്നിട്ട് അതിൻ്റെ അടിഭാഗല്ലേ അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ ഞാൻ വാരി തിന്നുന്നേ. എന്നിട്ട് അമ്മ അത് എടുത്ത് കളഞ്ഞു പ്രാവശ്യം വന്നപ്പോൾ ഞാനത് കഴിക്കുന്നു മേടിച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വിയേർഡായിട്ടുള്ള സ്വഭാവങ്ങളുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്ട്രെസ് എടുക്കാണ്ട് നമ്മൾ ആരോഗ്യം നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മളിതുപോലെ തന്നെ ഫുഡൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് നോൺ വെജ് ഐറ്റംസ് ഒന്നും കഴിക്കുന്നില്ല. നമ്മൾ രാമേശ്വരം, മധുര, പഴനിക്ക് പോവാണ്. ഒരു തീർത്ഥയാത്രയ്ക്കുള്ള ഒരുക്കത്തില്ല ഞാൻ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു 10 ദിവസമായിട്ട് നമ്മൾ അങ്ങനെ നോൺ വെജ് ഐറ്റംസ് ഒന്നും കഴിക്കുന്നില്ല. ശ്രീകുട്ടനെ നല്ല ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ഞാൻ അവന് പനീർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പനീറാണ് അവൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്. അപ്പം നമുക്കിന്ന് പനീറും ഈ ചോറും മാത്രം ഉണ്ടാക്കിയാൽ മതി. പിന്നെ അച്ചാറുകൾ ഒരുപാട് നമ്മുടെ ചേച്ചി അയച്ചത് ഇരിക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ നമുക്ക് കുറച്ച് ദിവസം കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് പനീറി ഭയങ്കര സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും റെസിപ്പി ഉണ്ടാക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
അങ്ങനെ നമ്മൾ പനീർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മുടെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്ന എല്ലാ ഹെർബ്സും ഞാനിതിൽ ഇട്ട് കൊടുക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ജിഞ്ചർ ഗാർലിക്കിൻ്റെ ഒരു പൊടി ഉണ്ടായിരുന്നു. ഇത് നമുക്കിങ്ങനെ ഈ ഒരു പാക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്നതാണ്. ഞാൻ പറയാറില്ലേ എപ്പോഴും ഇതുപോലത്തെ കുറച്ച് ഫ്ലേവേഴ്സൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു വേറെ ടേസ്റ്റ് വരും. അപ്പോൾ നമ്മുടെ പിള്ളേർ അത് അങ്ങോട്ട് കഴിച്ചോളൂന്നേ. ഇതെൻ്റെ തോന്നലായിരിക്കാം കേട്ടോ. അപ്പോൾ ശ്രീകുട്ടൻ അങ്ങനെയായി കാരണം കൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ വേറൊരു ടേസ്റ്റിലേക്ക്. എപ്പോഴും ഹോട്ടൽ ഫുഡ് നമ്മുടെ ഇവിടെ ഒന്നും ഊബറൊന്നും വന്ന കാര്യം മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ നസീർ മരിച്ച കാര്യം ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ള പോലെ തന്നെ ഊബർ ഇങ്ങനത്തെ സ്വിഗ്ഗിയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ നാട്ടിൽ ആർക്കും അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വെജീസൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്ത് നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലിയും മഞ്ഞപ്പൊടി ഉപ്പും പിന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ ആ ഒരു പനീറിനെ നമുക്ക് മാരിനേറ്റ് ചെയ്തൊന്ന് വറുത്ത് പോരാ കേട്ടോ. ഈ ഒരു സ്പാച്ചില ഉണ്ടല്ലോ നമ്മുടെ സിലിക്കോണിൻ്റെ സ്പാച്ചില, ഇത് അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ കയ്യിലൊന്നും ഇങ്ങനെ വടിച്ചൊഴിക്കുമ്പോഴേ ഒരുപാട് സംഭവങ്ങളൊന്നും ആവില്ല. അത് ഒരെണ്ണം മേടിച്ചു വെച്ചു. നമ്മുടെ വീട്ടിൽ നമ്മുടെ യൂട്ടൻസിൽസിൻ്റെ പാത്രങ്ങൾ മേടിക്കുമ്പോൾ മർക്കസ് ചേട്ടൻ അയച്ചു തരുന്നതാണ് ആ ഒരു സ്പാച്ചില എന്ന് പറയുന്നത്. വലിയ പൈസ ഒന്നുമില്ല, 10-50 രൂപ കൊടുത്താൽ നമുക്കത് കിട്ടും. പിന്നെ ഇതിലേക്ക് ഒരു ഗ്രേവി വേണ്ടേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ തൈര് എടുത്തിട്ടുണ്ട്, നല്ല കട്ട തൈര്. അതിലേക്ക് കുറച്ച് കടലമാവും പിന്നെ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി നന്നായിട്ട് വിസ്ക് ചെയ്തെടുക്കുക. കുറച്ച് ക്രീമി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ കുറച്ച് ക്രീമും അതുപോലെ തന്നെ നമ്മുടെ ഈ അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി നമുക്കൊന്ന് അരച്ച് കലക്കി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വേറൊരു പാനിൽ നമ്മുടെ ഈ ഗ്രേവി ജസ്റ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണേ. അപ്പോൾ നമ്മൾ ഈ ഒരു ജീരകം ഉണ്ടല്ലോടാ, അതിടുമ്പോൾ നോർത്ത് ഇന്ത്യൻ ടച്ച് കുറച്ച് വരാറുണ്ട് കേട്ടോ. പെരിഞ്ജീരകമൊക്കെ എടുക്കുമ്പോഴേ അവരുടെ കറികളിൽ കൂടുതൽ അതൊക്കെ ആഡ് ചെയ്യും. അതൊന്ന് പൊട്ടിച്ചിട്ട് കടുക് ആഡ് ചെയ്യൽ അവർ കുറവാന്ന് തോന്നുന്നു. അതൊന്ന് നമ്മൾ ആഡ് ചെയ്തിട്ട് ഈ ഒരു ഗ്രേവി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ക്രീമും അതുപോലെ തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഈ ഗ്രേവിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ ചേച്ചിമാരുണ്ടാക്കുന്ന റെസിപ്പീസാണ് കേട്ടോ. അത് നമ്മുടേതായ രീതിയിൽ നമ്മളൊന്ന് ട്രൈ ചെയ്യണമെന്ന് മാത്രം. എന്നിട്ട് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു പനീർ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ടിട്ട് ഈ ഗ്രേവി എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വറ്റിച്ചെടുക്കണം. എന്നിട്ട് ഏറ്റവും അവസാനം നമ്മുടെ ഈ മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി നമ്മുടെ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള പനീർ കറി റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ കറിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വന്നപ്പോഴേക്കും നമ്മൾ വിളക്ക് വയ്ക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വിളക്കൊക്കെ വെച്ച് ഒരു പാക്കറ്റ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആവുമെന്ന് തോന്നി. നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്കൊക്കെ മേടിച്ച് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണെന്ന് തോന്നി. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു സുഹൃത്ത് അയച്ചു തന്നതാണ് കേട്ടോ. പ്രൊമോഷനൊന്നുമല്ല, ആളുടെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. 499 രൂപയാണ്. കസ്റ്റമൈസ് ചെയ്തെടുക്കാം നമുക്ക് ഫോട്ടോ ഒക്കെ വെച്ച്. ഭാഗ്യൻ്റെ മുഖത്തെ എക്സൈറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ മറന്നുപോയി. ഇതാണ് നമ്മുടെ സമ്പാദ്യപ്പെട്ടി. ഞാൻ കസ്റ്റമൈസ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞത് ഈ ഒരു ഫോട്ടോ വെച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. 1,00,000 രൂപ വരെ നമുക്ക് സമ്പാദിക്കാം. ഇന്ന മാസം ഒന്നുമില്ല, എന്നും വേണമെങ്കിൽ 500 നോട്ടോ അല്ലെങ്കിൽ 2-3 വട്ടോ നമുക്ക് അതിൻ്റെ ഉള്ളിൽ 1000-ൻ്റെ 200-ൻ്റെ 500-ൻ്റെ കളികൾ മാത്രം നടക്കുള്ളൂ എന്ന് മാത്രം. അപ്പോൾ നമുക്കതങ്ങനെ ആഡ് ചെയ്ത് നമുക്കൊരു സമ്പാദ്യശീലം നമ്മളിലും നമ്മുടെ മക്കളിലും വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു 2 പെട്ടിട്ടാ. താങ്ക് യു. സമ്പാദ്യശീലം വളർത്താൻ നല്ലതാണ്, വളരെ നല്ലതാണ്. അച്ഛൻ പറഞ്ഞില്ലേ, അമ്മ പറഞ്ഞില്ലേ ഇങ്ങനെ 10 ലക്ഷം ഇങ്ങനെ ബാക്കി വയ്ക്കണമെന്ന്? അത് ശരിക്കും പറഞ്ഞാലേ നമ്മള് ഈ ഓട്ടപ്പാച്ചലിന്റെ ഇടയിൽ ചിലപ്പോൾ സമ്പാദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഡെയിലി കുറച്ച് പൈസ ഇതിലിങ്ങനെ നിക്ഷേപിക്കാൻ നമുക്ക് പറ്റിയ വളരെ നല്ലതാണ്. കൂടുതൽ പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ 1 മാസം കൊണ്ട് 1,00,000 രൂപയാക്കാനും പറ്റും കേട്ടോ. 1 കൊല്ലം കൊണ്ട് 1,00,000 രൂപയാക്കാനും പറ്റും. എപ്പോൾ പൈസ ഇടുന്നോ അപ്പോൾ നമ്മൾ ഇതിലിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിനി വീണ്ടും അടുക്കളയിൽ കയറാം. നമ്മൾ തൃശ്ശൂർ പോയി വന്നപ്പോൾ ഡാൻസ് ക്ലാസ്സിൽ പോയി വന്നപ്പോൾ ഞാൻ അവിടുത്തെ ഒരു അങ്ങാടിക്കടയിൽ നിന്ന്, അവിടെ ശക്തനിൽ ഒരുപാട് അങ്ങാടിക്കടകളുണ്ട്, അവിടെ നിന്ന് മേടിച്ചതാണ് ഈ ഐറ്റംസൊക്കെ കേട്ടോ. എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്, ശ്രീയുടെ സ്കിൻ ഭയങ്കര ക്ലിയർ ആയല്ലോ, എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നമ്മൾ പുറത്തുനിന്നുള്ള എല്ലാ കെയറും കൊടുക്കുന്നതോടൊപ്പം ഞാൻ പറയാറില്ലേ അകത്തേക്കും കെയർ കൊടുക്കണമെന്ന്. അപ്പോൾ കുറച്ച് നാളായിട്ട് അകത്തേക്ക് കഴിക്കുന്ന ഒരു ഫുഡാണ്, വെറും വയറ്റിൽ കഴിക്കുന്ന ഒരു ഫുഡാണ് ഈ ഒരു സംഭവം കേട്ടോ. അതായത് നമ്മൾ
നെല്ലിക്ക, അതുപോലെ തന്നെ മഞ്ഞൾ, ഇതാണ് മെയിൻ ഐറ്റം. അപ്പോൾ ഇപ്രാവശ്യം അവിടുത്തെ ചേട്ടന്മാർ ഓവുങ്കല്ലിൽ കയറിയപ്പോൾ അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞു കരിഞ്ചീരകവും അതുപോലെ തന്നെ കലാഞ്ചിയും നമ്മൾ കഴിക്കുന്നത് നല്ലതാ, ഷുഗർ ഒന്നും വരില്ല എന്ന്. അപ്പോൾ ഞാൻ ഭാഗ്യന് ഇങ്ങനെ ഒരു ബോർഡർ ലൈൻ പോലെ നിൽക്കുന്നുണ്ടേ, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതും കൂടി ആഡ് ചെയ്യാന്ന്. അപ്പോൾ ഒരു കയ്പ്പ് രസം പോലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് കഴിക്കരുത് കേട്ടോ. ഒരു ഫുഡും നമ്മൾ തുടർച്ചയായിട്ട് കഴിക്കരുത്. ഒരു 10-20 ദിവസം കഴിഞ്ഞിട്ട് ചുരുങ്ങിയത് ഒരു 3 മാസം നമ്മൾ ഗ്യാപ്പ് എടുക്കണം. അപ്പോൾ നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ നെല്ലിക്കും അതുപോലെ തന്നെ മഞ്ഞളാണ് കേട്ടോ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 2 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഈ ജീരകം ഉണ്ടല്ലോ, കാട്ടുജീരകവും അതുപോലെ തന്നെ കലാഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ കസ്കസും അതുപോലെ തന്നെ ചിയാസീഡും കൂടി സോക്ക് ചെയ്ത് വെച്ചത്. ഇതൊക്കെ നന്നായിട്ട് മിക്സിയിൽ അടിക്കുക. കസ്കസും ചിയാസീഡും നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഈ കാണുന്ന രീതിയിലാക്കുക. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാധനം സ്കിന്നിന് പറ്റില്ല, ചിലർക്ക് മഞ്ഞളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, റോ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ അസിഡിറ്റിയോ അല്ലെങ്കിൽ മുഖത്ത് കുരുക്കളോ വരും. അപ്പോൾ അതങ്ങോട്ട് ഉപേക്ഷിക്കുക കേട്ടോ. ഇത് ഞാൻ കുടിക്കിച്ചിട്ട് എനിക്ക് നല്ല യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്ന കാരണം കൊണ്ടാണ്. അറ്റ്ലീസ്റ്റ് ക്രിമിയടിയെങ്കിലും മാറുമല്ലോ എന്നാണ് ഭാഗ്യം പറയാറുള്ളത്. അത് കാരണം നമ്മളിത് എന്നും ചെറു ചൂടുവെള്ളത്തിൽ ഇതിങ്ങനെ ക്യൂബ്സ് ആക്കും, ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് ക്യൂബ്സ് ആക്കും. കണ്ട. എന്നിട്ട് നമ്മൾ ഒരു 2 എണ്ണം ഒരു ചെറു ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട്, ഞാൻ തേനൊഴിക്കും, ഭാഗ്യം തേനൊഴിക്കാണ്ട് തന്നെയാണ് കഴിക്കുക. എന്നിട്ട് അതങ്ങോട്ട് കുടിക്കും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുക. ഇതിങ്ങനെ ഡീമോൾഡ് ചെയ്തിട്ട് ഈ ഒരു പാത്രത്തിലാക്കിയിട്ട് ഡീമോൾഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കും. എന്നും കാലത്തേക്ക് നമ്മളിത് ഉപയോഗിക്കും. അപ്പോൾ ഇത് പുതിയത് മേടിച്ചതാണ്. ഈ മീഷോന്ന് 100 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സിലിക്കോണിൻ്റെ മോൾഡ് കിട്ടും. ജസ്റ്റ് ചെറുനാരങ്ങയും അതുപോലെ തന്നെ ഈ ഒരു നെല്ലിക്കും മഞ്ഞളും മാത്രം കഴിക്കാൻ പറ്റിയാലും അടിപൊളിയാണ്. ഭാഗ്യം പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് ക്രിമിയടിയുള്ളവർക്ക് അതെങ്കിലും മാറി കിട്ടുമല്ലോ എന്ന്. ഇതിങ്ങനെ നമ്മൾ കഴിക്കുക. ഞാനിപ്പോൾ വൈകുന്നേരം ജസ്റ്റ് നിങ്ങൾക്ക് കുടിച്ച് കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കുടിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ല. നിങ്ങൾക്ക് എന്നാൽ കുറച്ച് നന്നായിട്ട് വയറ്റിൽ നിന്ന് ശോധനയൊക്കെയുള്ള രീതിയിൽ ദിവസം സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ധൈര്യമായിട്ട് കഴിച്ചോളൂ. അങ്ങനെ നമ്മൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഒരു ദിവസം ഇവിടെ അവസാനിക്കുന്നത് ഹൈലൈറ്റ് മാളിലാണ് കേട്ടോ. എനിക്ക് തീരെ താല്പര്യം ഉണ്ടായില്ലേ പോകാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ കുഞ്ഞിനാണ് ഈ വക പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണെങ്കിൽ ഒടുക്കത്തെ തടുപ്പും. ഞാൻ പിന്നെ നമ്മുടെ ഷവായി ചിക്കൻ്റെ മൂട്ടിൽ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിച്ച് എൻ്റെ സമയം അവിടെ അവസാനിപ്പിച്ചു. വീട്ടിൽ വന്ന് കയറിയപ്പോൾ 12 മണി 1 മണിയായിട്ടുണ്ടായിരുന്നു. കാരണം പോകുന്ന വഴിക്ക് എല്ലാ പള്ളികളിലും പെരുന്നാൾ, പിന്നെ ബാൻഡും സെറ്റും മേളമൊക്കെ ആയിട്ട് ആ ഒരു ദിവസം അടിപൊളിയായിട്ടാണ് കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് കാണാം. അതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, ശ്രീജ.